പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ടിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 9-ാം വാക്യം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന ഏതു വിധമായിരിക്കണം? ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാൽ മറുപടി നൽകും. ഹല്ലേലൂയ, നമ്മുടെ കർത്താവപ്പച്ചൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പനാ. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു തരുന്ന അപ്പനാണ്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യം നോക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരേണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് മറുപടി ലഭിക്കണമെങ്കിൽ സമയം ഒരു വിഷയമല്ല, ലക്ഷ്യം തെറ്റുകയില്ല. നമ്മൾ ചോദിക്കുന്ന എന്താണ് അതിലുപരിയായിട്ട് തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, സമയം അർദ്ധരാത്രിയാ. ഹല്ലേലൂയ. എല്ലാവരും പോകുവാൻ മടിക്കുന്ന സമയം, മറ്റുള്ളവരുടെ വീട്ടിൽ ഹല്ലേലൂയ കോളിംഗ് ബെൽ അടിക്കുവാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് മുട്ടി തുറപ്പിക്കുവാൻ ഹല്ലേലൂയ നമ്മൾ പ്രയാസപ്പെടുന്ന സമയം, അർദ്ധരാത്രി സമയം. ഹല്ലേലൂയ. നോക്കൂ, ഇത് അവന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. ഹല്ലേലൂയ, ആ മകന്റെ ഒരു കൂട്ടുകാരന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് മറ്റൊരു ഭവനത്തിൽ ചെന്ന് മുട്ടുന്നത് കതക്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഏതു നേരത്തും നമ്മോടൊപ്പം കൂടെയുണ്ട്. സമയം തെറ്റിയാലും ഹല്ലേലൂയ, അതായത് ഏത് അർദ്ധരാത്രിയിലും അപ്പൻ നമുക്ക് മറുപടി നൽകി തരും. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുവാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പന്റെ സന്നിധിയിൽ ഒന്ന് എത്തുവാൻ, ആ മുഴങ്കാലൊന്ന് മടക്കുവാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഹല്ലേലൂയ കർത്താപ്പച്ചൻ മറുപടി നൽകി തരും. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ കൂട്ടുകാരെന്താ 3 അപ്പം വായ്പ തരണം. ഒരു 3 അപ്പം മതി ഒരു വ്യക്തിയുടെ ഹല്ലേലൂയ ആ വിശപ്പടക്കുവാൻ. ആ സമയത്തിന് 3 അപ്പം മതി. അതിനു വേണ്ടിയാ ഹല്ലേലൂയ മറ്റു കൂട്ടുകാരന്റെ കതകിന് പോയി കൊട്ടുവാൻ പോയത്. ഹല്ലേലൂയ. നോക്കൂ, എന്നിട്ട് അവൻ പറയുകയാണ്, അവന്റെ ഭവനത്തിൽ അപ്പമല്ല ഉണ്ട്, പക്ഷെ അവൻ കൊടുക്കുവാൻ അല്പം മടി കാണിക്കുന്നു. കാരണം എന്താ? എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുക, കതകൊക്കെ അടച്ചിരിക്കുക, ഞാൻ കതക് തുറക്കുമ്പോൾ സൗണ്ട് കേട്ടെ ആ കുഞ്ഞുങ്ങൾ ഉണരും, അതവർക്ക് പ്രയാസമാകും, അത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എന്നിട്ട് എന്താണ് ആ ഹല്ലേലൂയ കൂട്ടുകാരൻ, ആ സ്നേഹിതൻ കതക് ഹല്ലേലൂയ മുട്ടിക്കൊണ്ടേ ഇരിക്കുക. അവൻ എന്തെങ്കിലും അകത്തു നിന്ന് പറഞ്ഞാലും അത് കേൾക്കുവാനുള്ളൊരു മനസ്സ് അവനുണ്ടായിരുന്നു. അവൻ എത്രയായാലും ഞാൻ മുട്ടിക്കൊണ്ടിരിക്കും, എനിക്കത് ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഈ സ്നേഹിതനുണ്ട്. അതുകൊണ്ട് അവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവനെ വേണ്ടുന്നിടത്തോളം കൊടുക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമുക്ക് എത്ര 3 അപ്പം ലഭിക്കുവാൻ വേണ്ടിയാ അവൻ ഹല്ലേലൂയ മുട്ടിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ലഭിക്കുവോളം നമ്മൾ മുട്ടിക്കൊണ്ടിരുന്നാൽ ഹല്ലേലൂയ വേണ്ടുന്നിടത്തോളം തരുവാൻ ശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞെന്താണ്? അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ
ദൈവസന്നിധിയിൽ നമ്മൾ മുഴങ്കാൽ മടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വരെ, നമ്മുടെ വിഷയത്തിന് മറുപടി ലഭിക്കും വരെ നമ്മൾ അപ്പനോട് ചോദിച്ചു കൊണ്ടിരുന്നാൽ അപ്പൻ നമുക്ക് തരും. പ്രിയ മക്കളെ, അതുകൊണ്ട് ഇവിടെ പറഞ്ഞത്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താപ്പച്ചന്റെ സന്നിധിയിൽ ഹല്ലേലൂയ യാചിക്കുന്ന ഏതൊരു വിഷയത്തിനും മറുപടി ലഭിക്കും. ഹല്ലേലൂയ. നമ്മൾ അന്വേഷിച്ചിറങ്ങും. ഹല്ലേലൂയ. നമുക്കത് ലഭിക്കും. ഹല്ലേലൂയ. നോക്കൂ, നിങ്ങളൊന്ന് മുട്ട്. ഹല്ലേലൂയ. കതക് തുറന്നു തരുന്ന അപ്പൻ, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തരുന്ന കർത്താപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യാചിക്കുന്നവനേവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ആരുടെ അടുക്കൽ ചെല്ലണം, എവിടെ ചെല്ലണം, എപ്പോൾ ചെല്ലണം? ഹല്ലേലൂയ. നമ്മുടെ യേശുവപ്പന്റെ സന്നിധിയിൽ ഏതു നേരത്തും ചെന്നെത്താൻ പറ്റും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അർദ്ധരാത്രിയാ, കുഞ്ഞുങ്ങൾ ഉറങ്ങുക, എനിക്കൊക്കത്തില്ല എന്നൊന്നും പറയത്തില്ല. യേശുവപ്പൻ ഏതു സമയം നമ്മുടെ ഹല്ലേലൂയ നിലവിളിക്ക് മറുപടി നൽകി തരുവാൻ ഹല്ലേലൂയ ഒരുക്കത്തോടെ ഇരിക്കുക. ഹല്ലേലൂയ. ലക്ഷ്യം തെറ്റാതെ ഹല്ലേലൂയ നമ്മൾ യാചിക്കുന്ന വിഷയത്തിന്മേൽ നമുക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട് ഹല്ലേലൂയ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഹല്ലേലൂയ, നമ്മൾ നമ്മുടെ മക്കൾ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് വാങ്ങിക്കൊടുക്കുവാൻ എല്ലാ മാതാപിതാക്കളും തയ്യാറാവുന്നുണ്ട്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ആ പൈസ ഉണ്ടാക്കി എൻ്റെ മകനും മകളും ചോദിച്ചതാണല്ലോ എന്ന് പറഞ്ഞ് അത് കൊടുക്കുവാൻ ഹല്ലേലൂയ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരം ഹല്ലേലൂയ തരുവാൻ ശക്തനാണ്. ഒന്നിനും കുറവില്ലാത്ത കർത്താപ്പച്ചനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ. ലജ്ജ കൂടാതെ ലഭിക്കുവോളം മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ വേണ്ടുന്നിടത്തോളം തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ. നമ്മൾ പറയും, എനിക്ക് ഇത്രയും മതി, ഹല്ലേലൂയ, എൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. 3 അപ്പം ആ സ്നേഹിതൻ ഹല്ലേലൂയ വായ്പ ചോദിക്കാൻ ചെന്നത്. ഹല്ലേലൂയ. പക്ഷേ വേണ്ടുന്നിടത്തോളം കൊടുത്തു. പ്രിയ മക്കളെ, ഹല്ലേലൂയ നമുക്ക് വേണ്ടി കരുതുന്ന അപ്പൻ. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുവീൻ. യേശുവപ്പൻ്റെ മേൽ നമ്മുടെ ചിന്താകുലങ്ങൾ എല്ലാം ഹല്ലേലൂയ എന്താകുലങ്ങളുണ്ടോ, എന്തൊക്കെ ചിന്തയിലുണ്ടോ, യേശുവപ്പന്റെ സന്നിധിയിലേക്ക് നിട. ഹല്ലേലൂയ. അപ്പൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തരും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ലജ്ജ കൂടാതെ മുട്ടിക്കുക നിമിത്തം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണോ അതിന്മേൽ മറുപടി ലഭിക്കുന്നത് വരെ അപ്പന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. കർത്താപ്പച്ച നമുക്ക് വേണ്ടി അത്ഭുത മറുപടി നൽകി തരും. ഹല്ലേലൂയ. മറ്റുള്ള മനുഷ്യരുടെ മുന്നിൽ ഹല്ലേലൂയ ആശ്ചര്യം കൂറുമാർ ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ കുടുംബങ്ങളിൽ കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ അപ്പനാ. കർത്താപ്പച്ച നമുക്ക് തരുവാൻ ശക്തനാ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചോദിക്കുവാൻ തയ്യാറാണോ? യേശുവപ്പന്റെ അടുക്കൽ ഒന്ന് മുട്ടുവാൻ തയ്യാറാണോ? അന്വേഷിക്കുവാൻ തയ്യാറാണോ? എങ്കിൽ ഹല്ലേലൂയ അപ്പൻ തരുവാനും ശക്തനാ. ഹല്ലേലൂയ. ഒരിക്കലും നമ്മളെ ലജ്ജിപ്പിക്കുന്ന അപ്പനല്ല, വേണ്ടുന്നിടത്തോളം തരുവാൻ ശക്തനായെന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ആവശ്യം ഇന്നതാണെന്ന് പറഞ്ഞ് അപ്പനോടൊന്ന് പറ. ഇന്ന് വായി തുറന്നൊന്ന് പറ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു തരും. തിരുകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പലവിധ ആവശ്യങ്ങളുടെ മുഖത്ത് ഹല്ലേലൂയ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളും ഭാരത്തോടിരിക്കുമ്പോൾ യേശുവപ്പന്റെ സന്നിധിയിൽ ഒന്ന് ചെല്ല്. അപ്പൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അടുത്ത ദിവസങ്ങളിൽ അത്
അതിൻ്റെ സാക്ഷ്യങ്ങൾ പറയുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ ഏത് വിഷയത്തിന്മേൽ ഹല്ലേലൂയ ജാഗരിക്കുന്നു അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. കർത്താവ് ഇന്ന് ശക്തനാ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു തരുവാൻ കർത്താവപ്പച്ചൻ ഒരുക്കത്തോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവനെ വേണ്ടുന്നിടത്തോളം കൊടുക്കും. ഹല്ലേലൂയ. അന്നേരം എൻ്റെ കുഞ്ഞുറങ്ങുക, ഇതാണെന്നൊന്നും പറഞ്ഞ് അവൻ കിടക്കത്തില്ല. എൻ്റെ സ്നേഹിതനാണല്ലോ എന്ന് പറഞ്ഞ് യേശുപ്പൻ അതുപോലെ നമ്മളെ ഒരിക്കലും കൈവിടില്ല. എൻ്റെ മകനാ മകളാന്ന് പറഞ്ഞ് നമുക്ക് നൽകിത്തരും. പ്രീതി മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് എന്തെല്ലാം ആവശ്യമുണ്ടോ അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പാ, അതിന്മേൽ ഹല്ലേലൂയ അത്ഭുതം ചെയ്യണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ മഹത്വം അപ്പച്ചനെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.